വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ഒരുപോലെ രുചികരമായ വഴുതനങ്ങ മസാല റോസ്റ്റാണ്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റോസ്റ്റ് തയ്യാറാക്കാനായി ഞാനിവിടെ 3 വലിയ വഴുതനങ്ങയും ചെറുതായി കട്ട് ചെയ്ത് 2 മീഡിയം സവാളയും 3 ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ചെറുതായി കട്ട് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി റോസ്റ്റ് തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നടുവേ മുറിച്ച് വരഞ്ഞു വെച്ച വഴുതനങ്ങ ഇതുപോലെ എണ്ണയിലിട്ട് അടച്ച് വെച്ച് നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റേ വശവും ഇതുപോലെ തിരിച്ചിട്ട് 1 മിനിറ്റ് കൂടി നമുക്ക് വാട്ടിയെടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ വഴുതനങ്ങ എല്ലാം 2 വശവും ചെറുതായി ഒന്ന് റോസ്റ്റായിട്ടുമുണ്ട്, പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി ഇതെല്ലാം വേറൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റിയിടാം. ഇപ്പോൾ വഴുതനങ്ങ റോസ്റ്റ് ചെയ്ത എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് പച്ചമണം പോകുന്നവരെ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും റോസ്റ്റിന് ആവശ്യമായ 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് കൂടി ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളിയും സവാളയും വേവാനായി പാൻ ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ തക്കാളിയും സവാളയും ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ പൊടിച്ചു വെച്ച പെരുംജീരകവും 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയോ ചേർക്കാവുന്നതാണ്. ഇനി ഈ മസാലയെല്ലാം ഒന്നുകൂടി യോജിപ്പിച്ച് തക്കാളിയും സവാളയും വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് 2 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാട്ടി വെച്ച വഴുതനങ്ങ ഇതുപോലെ വെച്ച് ചെറുതായി ഒന്ന് റോസ്റ്റ് ആകുമ്പോൾ ഒന്നുകൂടി മറിച്ചിടാം. ഇനി വഴുതനങ്ങയിൽ മസാല പിടിക്കാനായി 1 മിനിറ്റ് നേരം കൂടി നമുക്ക് പാൻ ഒന്ന് അടച്ചു വെക്കണം. വീണ്ടും മറുവശവും വഴുതനങ്ങ ഉടയാതെ മറിച്ചിട്ട് മസാലയെല്ലാം ഇതിൽ പിടിക്കാനായി ഒന്നുകൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ല മസാലയുടെയൊക്കെ മണം വരുന്നുണ്ട്. ഇത് മതി. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.